രാവിലെ ചുമ്മാ ഫോണിൽ നോക്കിയിരിക്കുമ്പോഴാണ് ഫേസ്ബുക്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ഒരു പുതിയ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിരിക്കുന്നു. ഞാനതൊന്ന് എടുത്ത് നോക്കിയപ്പോൾ ബിന്ദു സുരേഷ് എന്ന അക്കൗണ്ടിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. നല്ല വെളുത്തൊരു ചേച്ചി. ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നോർത്ത് അവരെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ആളെ പിടികിട്ടിയത്. ലേഖ ചേച്ചിയുടെ മോള് ബിന്ദു ചേച്ചി. എന്തായാലും സംശയം തീർക്കാൻ അവരുടെ പ്രൊഫൈലിൽ കയറി നോക്കി. ഊഹം തെറ്റില്ല, അത് ലേഖ ചേച്ചിയുടെ മകൾ തന്നെയായിരുന്നു. കുറച്ച് വർഷങ്ങൾ മുന്നേ വരെ ഞങ്ങളുടെ അയൽക്കാരി, അല്ല ബന്ധുക്കൾ തന്നെ. എൻ്റെ ജീവിതത്തിൽ പല മാറ്റവും കൊണ്ടുവന്നതാണ് ആ കുടുംബം. ഞാൻ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് ഒരു ഹായ് അയച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് റിപ്ലൈ വന്നു. ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ മറുപടി കൊടുത്തു. പിന്നെ മറക്കാനാകുമോ എന്നും പറഞ്ഞ്. പിന്നെ ചാറ്റിംഗ് ആയിരുന്നു ഞാനും ചേച്ചിയും തമ്മിൽ. നീ എവിടെയാടാ ഇപ്പോൾ? ചേച്ചി ചോദിച്ചു. കോട്ടയം, ഞാൻ മറുപടി കൊടുത്തു. ജോലിയാണോടാ അവിടെ? ചേച്ചി ചോദിച്ചു. ആ അതെ ചേച്ചി. ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ ചോദിച്ചു. ഞാനിവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാടാ, ചേച്ചി മറുപടി പറഞ്ഞു. അല്ല, നീയിപ്പോൾ എന്തായിട്ടാ അവിടെ? ചേച്ചി ചോദിച്ചു. ഞാൻ എൻജിനീയറാണ്, ഞാൻ കുറച്ച് അഭിമാനത്തോടെ പറഞ്ഞു. അതിന് ചേച്ചി ഒരു തംസപ്പും സ്മൈലിയും റിപ്ലൈ തന്നു. ചേച്ചിക്ക് സുഖാണോ? അതേടാ. ആ പിള്ളേരൊക്കെ എന്തു പറയുന്നു? ഞാൻ ചോദിച്ചു. ആ 3 എണ്ണവും 3 ഇളയതിന് 2 വയസ്സ്, രണ്ടാമത്തേത് 5ൽ പഠിക്കുന്നു, മൂത്തവൻ 8ലും. ചേച്ചി റിപ്ലൈ തന്നു. പിന്നെ ലേഖേജിയുടെ വിശേഷങ്ങളെന്താ? ആ അമ്മയുടെ ഉണ്ടടാ, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ താമസം. ആണോ? ആരൊക്കെ? ഞാൻ ചോദിച്ചു. ഞാൻ, അമ്മ, അനുക്കുട്ടൻ, അവൻ്റെ ഭാര്യ, പിന്നെ അച്ഛൻ. അല്ല, നിങ്ങൾ ഇവിടെ നിന്ന് പോയതിൽ പിന്നെ കണക്ഷനൊന്നും ഇല്ലായിരുന്നല്ലോ. എവിടെ ഇപ്പോൾ? നാട്ടിൽ തന്നെയാണോ അതോ? ബിന്ദു ചേച്ചി ചോദിച്ചു. ആ ചേച്ചി നാട്ടിൽ തന്നെയാ, ഞാൻ റിപ്ലൈ കൊടുത്തു. പിന്നെയും കുറച്ചു നേരം എന്തൊക്കെയോ ചോദിച്ചും പറഞ്ഞു. ഒടുക്കം ഞാൻ ചേച്ചിയുടെ നമ്പർ ചോദിച്ചു. അത് ചെന്ന് കഴിഞ്ഞ് പിന്നെ റിപ്ലൈ ഒന്നും വന്നില്ല. അബദ്ധം പറ്റിയോ? ചോദിക്കണ്ടായിരുന്നു, ഞാൻ മനസ്സിലോർത്തു. ഒരു 2 മിനിറ്റ് കൂടി ഞാൻ ചേച്ചിയെ വെയിറ്റ് ചെയ്തു. ചേച്ചിയെ കാണാതായപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. സൺഡേ ആയതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡും വാങ്ങി റൂമിൽ വന്നു. അച്ഛനും അമ്മയും വർഷങ്ങളുടെ ഇടവേളകളിൽ മരിച്ചു പോയതുകൊണ്ട് ഒറ്റ മകനായതുകൊണ്ടും സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി എനിക്ക്. അതുകൊണ്ട് തന്നെ കോട്ടയത്ത് ഒരു വാടക വീടെടുത്ത് അവിടെയാണ് ഒറ്റയ്ക്ക് താമസം. വീട്ടിൽ വന്ന് ഫോൺ കുത്തിയിട്ട് ഭക്ഷണം കഴിച്ചു. കുറച്ചു നേരം ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് കണ്ടിരുന്നു. ഫേസ്ബുക്കിൽ ആദ്യം നോക്കിയപ്പോഴാണ് മെസ്സഞ്ചറിൽ ഒരു നോട്ടിഫിക്കേഷൻ കാണുന്നത്. ബിന്ദു ചേച്ചിയുടെ പച്ച സിഗ്നൽ. ആള് ഓൺലൈനിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മെസ്സേജ് എടുത്ത് നോക്കി. ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ട്, അതും ഉച്ച കഴിഞ്ഞിട്ട്. പിന്നെ ഹായും ഹലോയും അങ്ങനെയൊക്കെ കുറേ മെസ്സേജും. അത് കണ്ടതും ഞാനൊരു ഹായ് അയച്ചു. അപ്പോൾ തന്നെ റിപ്ലൈ വന്നു. സോറിടാ, കൊച്ചിന് വയ്യായിരുന്നു, അതാ പിന്നെ വരാഞ്ഞത് എന്നാണ് ചേച്ചിയുടെ റിപ്ലൈ. ഓക്കെ. അല്ല ചേച്ചി ഇപ്പോൾ ഫ്രീ ആണോ? ഞാനൊന്ന് വിളിക്കട്ടെ? ഞാൻ ചോദിച്ചു. ആ ഫ്രീ ആണടാ, കിടക്കാനൊന്നും നേരം ആയിട്ടില്ലല്ലോ, ചേച്ചി പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ സമയം 8 മണി. ഞാൻ ചേച്ചിയുടെ നമ്പർ സേവാക്കി കോൾ ചെയ്തു. ഹലോ എന്നുള്ള ചേച്ചിയുടെ സ്വരം. എന്തെടുക്കാടാ? ചേച്ചി ചോദിച്ചു. ചുമ്മാ ഇരിക്കുക ചേച്ചി. ചേച്ചിയോ? ആ ഞാനും. നീ കഴിച്ചോ? ആ കഴിച്ചു. അല്ല, നിൻ്റെ അമ്മ എന്തേ? ചേച്ചി ചോദിച്ചു. അമ്മ മരിച്ചുപോയി ചേച്ചി, ഇപ്പോൾ 3 കൊല്ലമായി. ഞാനത് പറഞ്ഞപ്പോൾ അയ്യോ മോനെ എപ്പോൾ, എങ്ങനെയാടാ എന്ന് ബിന്ദുവച്ചിയുടെ ചോദ്യം. അത് അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി അമ്മയുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ സമയം എന്നെ അമ്മാവൻ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ മരിച്ചുപോയെന്ന്. BP കൂടിയതാണ് കാരണം. ഞാൻ ചേച്ചിയോട് ഇത് പറഞ്ഞു കഴിഞ്ഞതും അമ്മേ
രാജിയുടെ അമ്മ മരിച്ചുപോയെന്ന് ബിന്ദുവേച്ചി ഉറക്കെ വിളിച്ച് പറയുന്നത് കേട്ടു. ഹലോ ഹലോ മോനെ, ഇത് ഞാനാ ലേഖേച്ചി. എന്താടാ, എന്താ പറ്റിയ അവൾക്ക്? ലേഖേച്ചി എന്നോട് ചോദിച്ചു. ഞാൻ കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോൾ ലേഖേച്ചിക്ക് വലിയ വിഷമമായി. അവർ എന്നെ കുറെ ആശ്വസിപ്പിച്ചു. ഒപ്പം ബിന്ദുവേച്ചിയുടെ കല്യാണം കഴിഞ്ഞ കാര്യവും ഗോപിക്കുട്ടൻ മാമന് പണി സൈറ്റിൽ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായതും ആളിപ്പോൾ റെസ്റ്റിലാണെന്നും അനുക്കുട്ടൻ ചേട്ടൻ്റെ കല്യാണം നടത്തിയതൊക്കെ അവർ പറഞ്ഞു തന്നു. പിന്നെ എല്ലാം പറഞ്ഞ് ഫോൺ വെക്കും മുമ്പേ ഇടയ്ക്കൊക്കെ ഈ വഴി ഇറങ്ങുന്നു കൂടി പറഞ്ഞപ്പോൾ അതിൽ ചെറിയൊരു കൊഞ്ചലുണ്ടായിരുന്നു എന്നൊരു സംശയം എനിക്ക് തോന്നി. ഉണ്ടായിരുന്നോ എന്നല്ല, ഉണ്ടായിരുന്നു. അതെനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. ചേച്ചി ഇടക്ക് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഓ വന്നിട്ട് എന്തിനാ ലേഖേച്ചി? എപ്പോഴും അവിടേക്ക് വരുമ്പോൾ അച്ഛൻ്റെ മരണമാണ് അതിൽ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന ഓർമ്മ. ഞാൻ പറഞ്ഞു. അതുമാത്രം ഓർമ്മയുള്ളൂ? നീ വാടാ, വാ, സമയം പോലെ പഴയ ചില ഓർമ്മകൾ നമുക്ക് പൊടിത്തട്ടിയെടുക്കാം എന്ന് അടക്കി പിടിച്ച് പറഞ്ഞുകൊണ്ട്, എന്നാൽ ശരി മോനെ, ഇടയ്ക്ക് വിളിക്കുമെന്ന് ഉറക്കെ പറഞ്ഞ് അവർ ഫോൺ വെച്ചു. ഞാൻ പെട്ടെന്ന് ബിന്ദുവേച്ചിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറി അവർ പോസ്റ്റ് ചെയ്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ നോക്കി. കൂടുതലും കുട്ടികളായിട്ടുള്ള ഫോട്ടോസായിരുന്നു. പിന്നെ നോക്കി നോക്കി ചെന്നപ്പോൾ അനുക്കുട്ടൻ ചേട്ടൻ്റെ കല്യാണ ഫോട്ടോസൊക്കെ ഇട്ടിരിക്കുന്നു. പെണ്ണ് ഇത്തിരി ഇരുണ്ടിട്ടാണ്. ഓരോ ഫോട്ടോസ് നോക്കി ചെന്നപ്പോൾ ഞാൻ തേടിയ ആളെ കിട്ടി, ലേഖേച്ചി. പണ്ടത്തെക്കാട്ടിലും അല്പം കൂടി തടി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് അമ്മായി. ഒരു പർപ്പിൾ കളർ സാരിയായിരുന്നു അവരുടെ വേഷം. ആ സാരിയിൽ തന്നെ ചരിഞ്ഞു നിൽക്കുന്നതും ആളുകളുമായി സംസാരിക്കുന്നതുമായ ഒരു 7-8 ഫോട്ടോസ് ഉണ്ടായിരുന്നു. പിന്നെ ഓണത്തിന് സെറ്റ് സാരി ഉടുത്ത് അത്തപ്പൂക്കളത്തിന് മുന്നിൽ നിൽക്കുന്നതും സദ്യ കഴിക്കുന്നതുമൊക്കെ ആയിട്ട് ഫോട്ടോസ്. ഒന്നും വിടാതെ ഞാനെല്ലാം സേവ് ചെയ്തു. വേറെ ആളുകൾക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഞാൻ ക്രോപ്പ് ചെയ്ത് സിംഗിളാക്കി ഒരു ഫോൾഡറിൽ ഫോട്ടോസൊക്കെ ആക്കി സ്ലൈഡ് ഷോ ആക്കി ഞാൻ അത് നോക്കിക്കൊണ്ട് കിടന്നു. ഉറക്കം കണ്ണിൽ വരുന്നത് വരെ ഞാൻ എൻ്റെ ബാല്യകാലത്തിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങി. ഞാൻ രഞ്ജിത്ത്. എൻ്റെ വീടിപ്പോൾ കോട്ടയത്താണ്. ഇനി പറയാൻ പോകുന്നത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ അച്ഛൻ്റെ മരണം വരെയുള്ള ചില ഓർമ്മകളാണ്. എൻ്റെ ലൈഫ് ചേഞ്ചിങ് സ്റ്റോറിയാണിത്. ഇപ്പോൾ എനിക്ക് 27 വയസ്സുണ്ട്. ഞാനൊരു എൻജിനീയറാണിപ്പോൾ. അന്നൊരു ചെറിയ ഗ്രാമത്തിലായിരുന്നു എൻ്റെ വീട്. വീട്ടിൽ അച്ഛൻ, അമ്മ, ഞങ്ങൾ 3 പേരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ടായിരുന്നു. ഞങ്ങളുടെ അയൽക്കാർ. അവിടെ താമസിച്ചത് 4 പേരാണ്. ലേഖേച്ചി, മകൻ അനുക്കുട്ടൻ, മകൾ ബിന്ദു, പിന്നെ അവരുടെ അച്ഛൻ ഗോപിക്കുട്ടൻ മാമൻ മേസ്തിരിയായിരുന്നു. ഗ്രാമത്തിലധികം ജോലിയില്ലാത്തതുകൊണ്ട് ആള് ദൂരേക്ക് പോയാണ് ജോലി ചെയ്യുന്നത്. മാസത്തിൽ വീട്ടിൽ വരും. ലേഖേച്ചി വീട്ടമ്മയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തയ്യലൊക്കെ ചെയ്യാൻ പോയിട്ട് അത് നിർത്തി വന്ന് വീട്ടുപണിയുമായി ഒതുങ്ങിക്കൂടി. ബിന്ദുവേച്ചി അന്ന് +2 കഴിഞ്ഞ് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയമായിരുന്നു. അനുക്കുട്ടൻ ചേട്ടൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് ചെറിയ ചില ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി. എൻ്റെ അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരായതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ മിക്കപ്പോഴും ലേഖേച്ചിയുടെ വീട്ടിലായിരുന്നു ഞാൻ നിന്നിരുന്നത്, അവരെ കാത്ത്. ചിലപ്പോൾ അവർ വരാൻ ഇരുട്ടിക്കഴിഞ്ഞാൽ ഞാനന്ന് അവിടെ തന്നെ കിടക്കുമായിരുന്നു. ബിന്ദുവേച്ചിയും അനുക്കുട്ടൻ ചേട്ടനും ലേഖേച്ചിയൊക്കെ ഒരു മുറിയിലായിരുന്നു കിടക്കുന്നത്. ബിന്ദുവേച്ചിയും അനുക്കുട്ടൻ ചേട്ടനും തറയിൽ പാവിരിച്ചും ഞാനും ലേഖേച്ചിയും കൂടി കട്ടിലും. ഇടയ്ക്ക് ബിന്ദുവേച്ചിയും ഞങ്ങളുടെ കൂടെ കാണും. അന്നൊന്നും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കൊരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓർത്താൽ ഇപ്പോഴും കുളിരി കോരുന്ന ചില നിമിഷങ്ങൾ എൻ്റെ ആ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല തുലാമാസത്തിലെ ഇരുവട്ടോടുകൂടി മഴ പെയ്യുന്ന രാത്രിയിൽ ലേഖേച്ചി ഞങ്ങൾ പിള്ളേരെല്ലാം ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അതെന്തിനാണെന്ന് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഗോപിക്കുട്ടൻ മാമ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ നിലത്ത് പായലായിരിക്കും. അനുക്കുട്ടൻ ചേട്ടനും ബിന്ദു ചേച്ചിയും ഹോളിലായിരിക്കും. അന്നും ഇതുപോലെ ചില ഓർമ്മകൾ എൻ്റെ മനസ്സിൽ തങ്ങി നിന്നിട്ടുണ്ട്.
മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഒരു മാസത്തെ കടം മുഴുവൻ ഗോപിക്കുട്ടൻ മാമൻ ലേഖ ചേച്ചി ഉറക്കാതെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. ലേഖേച്ചിയാണെങ്കിൽ ആ സമയത്ത് പരിസരം പോലും മറന്നു പോകുമായിരുന്നു. അപ്പോൾ ഈ കഥയ്ക്ക് ഇനി ബാക്കി എന്താ സംഭവിക്കുന്നത് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.